എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നവ്യ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് കണ്ടാലോ? ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ഓഫ് ബീങ് ഇൻ മുംബൈ. അപ്പോൾ നമ്മൾ മുംബൈയിൽ കറങ്ങാൻ വന്നതാണ്. കുറേ എനിക്ക് കമൻറ്റ് കിട്ടീനി, മുംബൈയിൽ എന്തിനാ പോയത്, പൂനെ, നിങ്ങൾ പൂനെയാണോ താമസം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ മുംബൈ കറങ്ങാൻ പോയതാണ്. ഞാൻ പൂനെയിലാണ് താമസം. ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും. വർഷത്തിൽ 2-3 പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് വരും. അപ്പോൾ ആ നാട്ടിലേക്ക് വന്ന വ്ളോഗാണ് നിങ്ങൾ നേരത്തെ എല്ലാം കണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനുള്ളത് മുംബൈയിലാണ്. പൂനെയിൽ നിന്ന് 2 days ട്രിപ്പിന് മുംബൈയിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുംബൈയിൽ എത്തി. ഫസ്റ്റ് ഡേൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എല്ലാവരും പോയി ഫസ്റ്റ് ഡേ വ്ളോഗ് കാണുക. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഭയങ്കരം മഴയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ നമ്മൾ ഇന്നലെ പോയതിൻ്റെ ഫുൾ ടയർഡ്നെസ്സും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ പോയതിൻ്റെ ഫുൾ ടയർഡ്നെസ് ഉണ്ട്. അന്ന് രാവിലെ എവിടെയും പോയിട്ടില്ല. എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റത് 11-12 മണിക്കാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് എല്ലാം പോയി. ഷോപ്പിങ്ങിന് മാർക്കറ്റിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ മെയിൻ മാർക്കറ്റിൽ അങ്ങോട്ട് പോയിട്ടില്ല. ജസ്റ്റ് നമ്മൾ കല്യാണിൽ അവിടെ ഇവിടെ ജസ്റ്റ് പോയി. അവിടുന്ന് ശേഷം നമ്മൾ അവിടെ ഫേമസ് ആയ വടാപ്പാവ് കഴിച്ചു. വടാപ്പാവിൻ്റെ അപ്പുറം ചട്നി കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചട്നി ഒരു പാവ് ഭാജീൻ്റെ ചട്നീനെ പോലത്തെ ഒരു ചട്നിയാണെന്ന് പറയാം. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിനി. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായന്ന് വെള്ളം വരുന്നുണ്ടായിനി. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന റിയാക്ഷനാണ് നിങ്ങളിപ്പം കണ്ടത്. മമ്മ, അമ്മമ്മ, സച്ചു, ജിജോ ചേട്ടൻ, മായ ആൻറ്റി, പിന്നെ നമ്മളെ മോളി ആൻറ്റി, എല്ലാവരും കൂടിയിട്ട്. ഓക്കെ, പിന്നെ അവിടുന്ന് നമ്മൾ കല തലാവിൽ പോകാമെന്ന് പറഞ്ഞു. കല തലാവ് പറഞ്ഞാൽ വലിയൊരു പോണ്ട് മാറ്റുള്ള സ്ഥലമാണ്. എന്നിട്ട് നല്ല വലിയ പോണ്ടാണ്. പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ശരിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു കാറും ഒരു ഓട്ടോവും ക്യാബും പിടിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോയി. അങ്ങനെ ഫൈനലി നമ്മൾ കല തലാവിലെത്തി. നല്ല വലിയ പോണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് ലൈറ്റിംഗ് എല്ലാം കുറവേനു. അല്ലെങ്കിൽ നമ്മൾ മോളി ആൻറ്റി പറഞ്ഞ് ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ടാവുന്നു. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഫോൾസ് മാതിരി ആയിട്ട് നല്ല ലൈറ്റിംഗ് ഉണ്ടാവുന്നു. പിന്നെ സൈഡിൽ മ്യൂസിക് ഉണ്ടാവും നല്ല സൗണ്ടിൽ. അപ്പം നല്ല വാക്കിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടി അടിപൊളി സ്ഥലമാണ്. കുറേ തിരക്കും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇതൊന്നും നല്ല തിരക്ക് മോളെ, കുറേ തിരക്ക് വരാണ്ടത്രേ എന്നും പറഞ്ഞ്. അപ്പോൾ എല്ലാവരും നല്ല സ്ഥലം കണ്ട് കുറേ ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ടായിനി. അപ്പോൾ നമ്മൾ ഫുള്ള് കറങ്ങി കണ്ടു. അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പം നല്ല അടിപൊളിയായിനി. പക്ഷെ അധിക സ്ഥലത്തൊന്നും നമ്മൾ കറങ്ങിയിട്ടില്ല. എന്നാലും നല്ല അടിപൊളി, നമ്മൾ എൻജോയ് ചെയ്തിന് ഒരു ട്രിപ്പ് കേട്ടോ. മായ ആൻറ്റി ആയാലും എല്ലാവരും നല്ല നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ നിന്നു. നമ്മൾ രാത്രിക്ക് ഊണോ ഒളിച്ചു. നല്ല അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ മൂമെൻ്റ് ഒന്നും. പക്ഷെ നല്ല മൂമെൻ്റ് ആയിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും കേട്ടോ. ഈ ഒരു ട്രിപ്പ്, ഈ 2 ദിവസത്തെ ട്രിപ്പ് എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇങ്ങനെ കമൻറ്റിൽ വന്നിട്ടുണ്ട് എൻ്റെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വളർന്നതെല്ലാം പുറത്താണ്, കേരളത്തിൽ പുറത്താണ്. അപ്പോൾ എനിക്ക് മലയാളം അത്രേ അറിയുള്ളൂ. അങ്ങനെ ഫുള്ള് നല്ല സ്ഫുടതമായ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് ഞാൻ എൻ്റേതായ ഒരു ഇതിൽ ഞാൻ പറയുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ പോകുന്നേ നമ്മളെവിടെ ഉള്ളത്? സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ബെല്ലടിക്കുക. അങ്ങനെ ജിജോ ചേട്ടൻ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ 6:30 ട്രെയിൻ. അപ്പോൾ ഒരു 5:45 ആകുമ്പോൾ നമ്മൾ മായാൻ്റിൻ്റെ വീട്ടിൽ നിന്ന് ട്രെയിന് പിടിക്കാൻ വേണ്ടിയിട്ട് കല്യാൺ സ്റ്റേഷനിലേക്ക് ഊബർ പിടിച്ചു. ഊബറാണെങ്കിൽ ആവുന്നേ ഇല്ല, രാവിലത്തേക്ക് ഭയങ്കര മഴയും. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് തന്നെ ഓട്ടോ പിടിച്ചിട്ട്, ഷെയറിങ് ഓട്ടോ എല്ലാം പിടിച്ചിട്ട്, അത്രയോ നല്ല പൈസയായിനി. 150 rupees അങ്ങോട്ട് ആയെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ കണ്ട മഴ കണ്ട നല്ല മഴയായിരുന്നു, ഫുള്ള് മഴയായിരുന്നു മുംബൈയിൽ. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ ഫൈനലി കല്യാൺ സ്റ്റേഷനിലെത്തി. കല്യാൺ സ്റ്റേഷനിൽ നിന്ന് 6:35 ട്രെയിൻ ലേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല മഴയായതുകൊണ്ട് ട്രെയിൻ ലേറ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ട്രെയിൻ ലേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് 6:35 തന്നെ ട്രെയിൻ വന്നിനേനു.
4th പ്ലാറ്റ്ഫോമിൽ നമ്മൾ 6:35 ട്രെയിനിന് ഫൈനലി കയറിയിട്ട് നമ്മൾ പൂനെ സ്റ്റേഷനിലേക്ക് എത്തലായി. ഓക്കെ, പൂനെ സ്റ്റേഷനിൽ അങ്ങനെ ഫൈനലി നമ്മളെത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിക്കണം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഊബറിൽ പിടിക്കുമ്പോഴത്തേക്ക് ഒരു 200 rupees, ഒരു മാക്സിമം 200 rupees ആവും. അത്ര ആവലില്ല, അതിൻ്റെ കുറവ് തന്നെയാണ് എപ്പോഴും ആവല്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫൈനലി വീട്ടിലേക്ക് എത്തി. അപ്പോൾ അടുത്ത വീഡിയോ കാണേ. ടാറ്റാ, ടേക്ക് കെയർ.